ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോവാണ്. ഈ ബ്രൗൺ കളർ ആണ് എടുത്തത്. റിച്ച് ക്രീം നാച്ചുറൽ ബ്രൗൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താവും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം എന്ത് കളർ ആകും എന്നുള്ളത്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അതിനുള്ളിൽ ഒരു ഡെവലപ്പർ ഉണ്ട്, പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും ക്രീമും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആദ്യം മിക്സ് ചെയ്യണം. ഇത് രണ്ടും പൊട്ടിച്ച് ഈ ബോട്ടിലേക്ക് നമുക്ക് ആക്കാം, ഈ ബോക്സിലേക്ക്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഈ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാം. ഒരു ഗ്ലൗസ് ഒന്നുമില്ല അല്ലേ? ഇത് ഫുള്ള് മിക്സ് ചെയ്യണമെന്നുണ്ട് കേട്ടോ, എന്നാലേ കറക്റ്റ് കളർ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചെയ്ത് നോക്കാം. നല്ല റിയാക്ഷൻ ഉണ്ടാവുമോ? പിന്നെ ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് എൻഡ് പോർഷൻ മാത്രമാണ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ടൈം. ഇത് കൊള്ളാമല്ലേ കളറ്? ഗ്രീൻ കളർ, അലോവേരേൻ്റെ പിക്കൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കളറിൽ. നൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറായി അവസാനം. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ മുടി. കുറച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ആക്കുന്നത്. കുറച്ച് തന്നെയാണ്, ഇനിയും കുറച്ചും കൂടി വെക്കണ്ടേ? ഇതൊക്കെയാ അങ്ങനെയുണ്ടോ? ഇവിടെ ഇരിക്കണ്. ഓക്കെ, ഹാഫ് ആൻ അവറിന് ശേഷമുള്ള എൻ്റെ ഹെയർ കളറാണിത്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത്. ഓക്കെ, അപ്പം മുടി ഡ്രൈ ആയി കഴിഞ്ഞാൽ സെറ്റാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഡ്രൈ ആയിട്ടും കളർ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പം ഞാൻ ചെയ്തതിൻ്റെ തെറ്റാണോ എന്നറിയില്ല, പ്രോസസ്സ് മാറിപ്പോയതുകൊണ്ടാണോ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്കെന്തായാലും ഇത് വർക്കായിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.